ഹായ് ഗായ്സ്, അങ്ങനെ ഞാൻ വീണ്ടും വന്നോട്ടോ. ദേ രാവിലെയാണ്. ദേ പുട്ടും ഒരു മുട്ടയും ഗ്രീൻ പീസും ഒക്കെ ഇട്ടിട്ടുള്ള അടിപൊളി ഒരു സ്റ്റൂ കഴിച്ചു കേട്ടോ. അങ്ങനെ ചായയൊക്കെ കുടിച്ച് ഇന്ന് കുറച്ച് പരിപാടീസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ദേ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ നേരത്തെ കഴിച്ചു കേട്ടോ. അതിന് ശേഷം ദേ നല്ല അടിപൊളി മഴ പെയ്തു. മഴയോട് മഴയാണല്ലോ. അങ്ങനെ ദേ മഴയും കണ്ട് അടിപൊളിയാണ്. അതുകൊണ്ട് എവിടെയും പുറത്തിറങ്ങാനും ഒന്നും പറ്റണില്ല. വീട്ടിൽ തന്നെയാണ്. ഒന്നും പറയണ്ട. പിന്നെ ഞാൻ വിചാരിച്ചു എന്താ ചെയ്യാന്ന് ആലോചിച്ചിരുന്നു. അപ്പൊ ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അങ്ങനെ ദേ ഇക്കാക്ക ബീഫ് വാങ്ങിച്ചു തന്നു. അങ്ങനെ ദേ മസാലയൊക്കെ ഉണ്ടാക്കി ബീഫൊക്കെ വേവിച്ചു വെച്ചു. അതിനുശേഷം ദേ ഗ്യാസ് സ്റ്റോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. ബീഫൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അറിയാനുള്ള അവസ്ഥ സ്ത്രീകൾക്ക് മനസ്സിലാവും. ഒരുമാതിരി കോലമായി കിടക്കായിരിക്കും കേട്ടോ. അപ്പൊ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാന്ന് വിചാരിച്ചു. എന്നിട്ടായിട്ട് ബാക്കി പണിയൊക്കെ ചെയ്യാന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ദേ ഗ്യാസ് സ്റ്റോപ്പൊക്കെ നല്ല വൃത്തിയാക്കി തുടച്ചു, ക്ലീൻ ചെയ്തു. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം നമ്മളെ ബിരിയാണി സെറ്റ് ആയിട്ടുണ്ട്. ദേ കണ്ടില്ലേ, വാവ് ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളി. എനിക്ക് ബീഫ് ബിരിയാണി ഞാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് പറയല്ല, അടിപൊളിയാണ് കേട്ടോ ഗൈസ്. അങ്ങനെ ആ ബീഫ് ബിരിയാണി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കണ ഒരു സാധനമാണ്. അങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കി അടിപൊളിയായി സെറ്റായി വന്നിട്ടുണ്ട്. അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമ്മൾക്കിനി കഴിച്ചാലോ. അങ്ങനെ കഴിക്കാനതേ ബിരിയാണി വിളമ്പാന്ന് വിചാരിച്ചു കേട്ടോ. സൺഡേ അതൊന്ന് ബിരിയാണി തിന്നില്ലെങ്കിൽ ഒരു സുഖമില്ല ഗൈസ്. അങ്ങനെ ദേ ബിരിയാണിയുടെ ചെമ്പൊക്കെ പൊട്ടിച്ച് നേരെ ദേ ബിരിയാണി എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് ഇരുന്നു കേട്ടോ. അതിനുശേഷം ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. എനിക്ക് എൻ്റെ കൂട്ടുകാരിനെയും ഹസ്ബൻഡിനെയൊക്കെ ഒന്ന് പോയി പിക്ക് ചെയ്യാനുണ്ട്. ഇക്കാക്കയും ഞാനും പോയി അവരെ വിളിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളൊന്ന് പുറത്ത് പോകാൻ കേട്ടോ. സൺഡേ ഒക്കെ അല്ലേ, അപ്പൊ ഒന്ന് കറങ്ങിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഗൈസ് അവളെ വീട്ടിലേക്ക് കേട്ടോ. അവളെ വീട്ടിലാണുള്ളത്, ഹസ്സിന്റെ വീട്ടിലല്ല. അപ്പം അവളെ പോയി പിക്ക് ചെയ്യണം. അവളെ പിക്ക് ചെയ്തിട്ട് വേണം, എനിക്ക് കുറേ കാര്യങ്ങൾ അവളോട് കഥ പറയാനുണ്ട്. ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കുറേ കഥ പറയാനുണ്ട് ഗൈസ്. എൻ്റെ സൗമ്യനെ പോലെ തന്നെയാണ് എൻ്റെ അസ്സിയും. ഞങ്ങൾ ആ ഒരു വൈബാണ് കേട്ടോ. കഥ പറച്ചിൽ മാത്രമേ ഉണ്ടാകുള്ളൂ. ഞങ്ങൾ 3 പേരും കൂടി കഴിഞ്ഞാൽ വൈബ് വേറൊരു വൈബാണ്. എൻ്റെ മുത്താണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പള്ളിയിലെത്തി. അവിടുന്ന് പായസമൊക്കെ കുടിച്ചു. അതിന് ശേഷം ഞങ്ങൾ നേരെ തിരിച്ചു വന്നിട്ടോ. ഇതാണ് അസി, എൻ്റെ ചങ്കാണ്, എൻ്റെ ചങ്ക്. അപ്പം അങ്ങനെ ചായയൊക്കെ കുടിച്ചു. തിരിച്ചു വന്ന വഴിക്ക് കേക്കൊക്കെ കഴിച്ചു. അസിയുടെ മോനാണ് കേട്ടോ ഇത്, ഞങ്ങൾ മമ്മുക്കുട്ടി. അങ്ങനെ ആള് കേക്കൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, മമ്മൂസ്. അങ്ങനെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, മേറ. അവള് വന്നിട്ടില്ല, അവള് വീട്ടിൽ തന്നെയായിരുന്നു. അവള് വന്നില്ല എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോഴേ ഞങ്ങളെ നോക്കി നിൽക്കണ 2 ആൾക്കാർ ഈ വീട്ടിലുണ്ട്. ആരാണ്? എൻ്റെ ടൂണയും എൻ്റെ ബബിളും ആണ് കേട്ടോ. അങ്ങനെ ടൂണനെ വന്ന ശേഷം കുറച്ച് പുന്നാരിച്ചു. കാരണം ടൂണനെ കൂട്ടിന്ന് പുറത്ത് ഞങ്ങൾ ഇറക്കാറില്ല. കാരണം ഇവന് ഭയങ്കര അലമ്പാണ് ഗൈസ്, ഒന്നും പറയാനില്ല. അവിടെയും ഇവിടെയൊക്കെ ഓടി എല്ലാം വലിച്ച് മറിച്ചൊക്കെ ഇടും. അതുകൊണ്ട് ഇവനെ ഞങ്ങൾ പുറത്തിറക്കാറില്ല. ഇവനല്ല കേട്ടോ ഗൈസ്, സോറി, ഇവളാണ്. അങ്ങനെ അവളെ ഇത്തിരി നേരം ഞാൻ പുന്നാരിച്ചു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് കമന്റ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ.